ഞാനിതാ ഇപ്പം നിൽക്കുന്നത് US-ലാണ്, ന്യൂജേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഞാനിതാ ഈ ഒരു ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഈ വീട്ടിൽ എനിക്ക് 4 വർഷമായിട്ട് അറിയുന്നൊരു പുള്ളിക്കാരനാണ് ജോർജ് എന്ന് പറഞ്ഞത്. ആൾ ഭയങ്കര പാവമായിരുന്നു. എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു. ഞാൻ ഈ പുള്ളിക്കാരൻ്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു. അവരുടെ മക്കളും മക്കളുടെ വീട്ടിലും, അതായത് ആള് വലിഞ്ഞേറി വന്ന പോലെയാണ് ആള് ഇവിടെ താമസിക്കുന്നത്. അത് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്തൊരു വ്യക്തി ആ വീട്ടിലുണ്ട്. ആ വ്യക്തിയെ നിങ്ങൾ അയാളുടെ സിറ്റുവേഷനെ നിങ്ങൾ എന്ത് ചെയ്യാണ്, നാട്ടുകാരുടെ മുന്നിൽ ഇട്ട് കൊടുത്ത രീതിയിലായിപ്പോയി. ആ വ്യക്തി നിങ്ങളെ വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് വളരെ അടിപൊളിയായിട്ട് വീട്ടിൽ കൊണ്ടുപോയി. പാല് കൊടുത്ത കൈക്ക് കടിക്കരുതാ മോനെ. ഇല്ലായിരുന്നു, എൻ്റെ അടുത്ത് സ്നേഹത്തോടെ വിളിച്ചു. ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട്, നിങ്ങൾക്ക് അറിയാം, എൻ്റെ വീഡിയോയിൽ കാണുന്നവർക്ക് അറിയാം, ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്നെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ. സോ ഞാൻ അങ്ങനെ ഇവിടെയും വന്ന് താമസിച്ചതാണ്. പക്ഷേ അമേരിക്ക വന്ന ഫസ്റ്റ് ഡേയിൽ 2ാമത്തെ ദിവസമാണെന്ന്, 2ാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വീഡിയോയിൽ പറയുന്ന ജോർജാണ് ഞാൻ. അരുണിമ പറയുന്നത് തികച്ചും വാസ്തവമല്ല. 3 ദിവസം അവൾ അവിടെ താമസിച്ചില്ല. അവൾക്ക് എല്ലാ സഹായവും ഞാൻ ചെയ്തു കൊടുത്തില്ല. ശനിയാഴ്ച രാത്രിയാണ് സംഭവം. വ്യാഴം മുതൽ ശനിയാഴ്ച നൈറ്റ് വരെ അവൾ അവിടെ സർവ്വ സൗകര്യത്തോടെ അല്ല താമസിച്ചത്. ആരും അവളെ ഇറക്കി വിട്ടില്ല. അത് പിന്നെ അതായത് 2 ദിവസം ഞാൻ താമസിച്ചിരുന്നു. ഇപ്പോൾ 3ാമത്തെ നൈറ്റായി. സോ ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് വന്ന് വിളിച്ചതും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലെല്ലാം വന്നു. ഭയങ്കര പാവമായിരുന്നു, എനിക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അല്ല, അവൾ അറിയാതെ എങ്ങനെ 3 ദിവസം അവിടെ താമസിക്കും? അവൾ കൊണ്ടുവന്ന അഴുകിയ വസ്ത്രങ്ങൾ വരെ എൻ്റെ വൈഫ് അവൾക്ക് വാഷ് ചെയ്ത് ഉണക്കി കൊടുത്തു. 3 ദിവസം ഇവിടെ താമസിച്ചു. മൺഡേ രാവിലെ മാറി താമസിക്കണമെന്നാണ് എൻ്റെ കൊച്ചുമോൾ പറഞ്ഞത്. അവൾ ആ രാത്രി തന്നെ ഇറങ്ങിപ്പോയി. എന്നോട് പോലും പറഞ്ഞില്ല. ഞാൻ ഉറങ്ങുകയായിരുന്നു. എന്നിട്ടാണ് ഈ തണ്ടിത്തരം കാണിച്ചത്. ആളുടെ മക്കളുടെ മക്കളും ആളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല. ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ്. ഒരു 20 വയസ്സുള്ള പെൺകുട്ടി വന്നിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. 20 വയസ്സുള്ള പെൺകുട്ടി എന്ന് പറഞ്ഞത് എൻ്റെ കൊച്ചുമോളാണ്. മൺഡേ അവളുടെ കുറച്ച് ഫ്രണ്ട്സ് വരുമെന്നും അപ്പോൾ അവർക്ക് താമസിക്കാൻ റൂം വേണമെന്നും മാത്രമാണ് പറഞ്ഞത്. അരുണിമയുടെ ധാർഷ്ട്യം അവൾ അപ്പോൾ തന്നെ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് ഉണ്ടായത്. നാളെ പോണോന്നല്ലേ പറഞ്ഞേ? മൺഡേ മോർണിംഗ് എന്നാ പറഞ്ഞേ. കേറി സംസാരിച്ച് എന്റെ അപ്പനും അമ്മയും ഒരു കാര്യം പറയുമ്പോ അത് എന്റെ ഉത്തരവാദിത്തം ചെയ്യാന്. അപ്പച്ച വേണ്ടാത്ത പ്രശ്നം ഇവിടെ ഉണ്ടാക്കില്ല. അപ്പത്തന്നെ ഇപ്പൊ രാത്രി സമയം 12 മണിയായിട്ടുണ്ട്. അപ്പൊ ഞാൻ 12 മണിക്ക് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറയാ, എനിക്കറിയില്ല ഞാൻ ഇപ്പൊ ഇവിടുന്ന് എങ്ങോട്ടാ പോവാന്നുള്ളത്. പെട്ടെന്ന് രാത്രി പറയുമ്പോ എനിക്ക് ഈവൻ അറിയുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെനിക്ക് ഈ രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. ആരും ഇവിടെ പറഞ്ഞില്ല. ഇന്ന് പോണെന്ന് പറഞ്ഞിട്ടില്ല, നാളെ പോണെന്നാ പറഞ്ഞത്. നാളെ പോകണമെന്നല്ല പറഞ്ഞേ, മൺഡേ മോർണിംഗ് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പോകാൻ പാടില്ല. എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യമായിട്ടല്ല ട്രാവൽ ചെയ്യുന്നത്. ഇതെന്നെ 41ാമത്തെ രാജ്യമാണ്. നിങ്ങളെല്ലാം വീഡിയോ കാണുന്നല്ലേ ഞാൻ എവിടെയൊക്കെയാണ് താമസിക്കുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നുള്ളത്. കാരണം അവർക്കൊരു മാനേഴ്സില്ലല്ലോ, എനിക്കൊരു മാനേഴ്സ് ഉണ്ടല്ലോ. ആരും അവളോട് രാത്രി ഇറങ്ങി പോകാൻ പറഞ്ഞില്ല. സാറ്റർഡേ ആണ് സംഭവം. മൺഡേ മോർണിംഗ് മാറി തരണമെന്നാണ് എൻ്റെ കൊച്ചുമോൾ പറഞ്ഞത്. അവളെ രാത്രി തന്നെ ഇറങ്ങിപ്പോയത് അവളുടെ മാതാപിതാക്കൾ പഠിപ്പിച്ച സംസ്കാരമാകാം. അല്ലാണ്ട് ഇവരൊപ്പം ലോകം കാണാത്തവരല്ല ഞാൻ. ലോകം ഞങ്ങളാരും ലോകം കാണാതിരിക്കുന്നില്ല. നാളെ പോകുന്നത് ഞാൻ അവരോട് പറഞ്ഞു. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു എനിക്ക് ഫ്ലൈറ്റ് ഉണ്ട്. അത് നാളെ. അതുകൊണ്ട് എനിക്ക് ആരെയും വിളിച്ച് ഈ രാത്രി ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഭയങ്കര ഭാവമാണ്. നിങ്ങൾ ഇനി വീഡിയോ കണ്ടിട്ട് ആള് മോശമായി ചെയ്തതെന്ന് ആലോചിക്കുമല്ലോ എന്ന് ഓർത്തോണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നാളെ പോണെന്ന് പറഞ്ഞില്ലേ? ഞാൻ മൺഡേ നാളത്തേക്ക് വേറെ അക്കോമഡേഷൻ നോക്കണം. മൺഡേ മോർണിംഗ് ആകുമ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞത്. ഐ ഡിഡ് നോട്ട് സേ ടുമോറോ. ഡു നോട്ട് ട്രൈ. അതിന്റെ അർത്ഥം എന്തുവാ? എനിക്ക് നിങ്ങളുടെ നാട്ടിലുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്. എന്റെ അപ്പനും അമ്മ കാരണം ആള് പറയുന്നത്, പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, അതായത് സ്വന്തം അമ്മയുടെ അച്ഛൻ ഇവിടെ റെന്റിനാണ് താമസിക്കുന്നതെന്നാണ് പറഞ്ഞത്. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കും. എന്തായാലും ജോർജിന് അടുത്ത കമന്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇവിടെ ഒരു സാഹചര്യക്കുറവും ഉണ്ടായിട്ടില്ല. അരുണിമ മാത്രമല്ല, വേറെയും വ്ളോഗർമാർ വന്ന് എന്റെ കൂടെ താമസിച്ചിട്ടുണ്ട്. ഇനിയും വരും. അവർ എന്റെ കൂടെ താമസിക്കും, എക്സ്പ്ലോർ ചെയ്യും. വീട്ടിൽ സൗകര്യം കുറവുണ്ടായാൽ ഞാൻ ഹോട്ടലിൽ താമസിപ്പിക്കും. അതാണ് എന്റെ ക്യാരക്ടർ. ഓക്കെ. അപ്പൊ അതായത് മേ ബി അമേരിക്കയിലെ കൾച്ചർ അങ്ങനെയായിരിക്കും. ഇവിടെ ജനിച്ചു വളർന്ന മലയാളീസും അല്ലെ അങ്ങനെ ആയിരിക്കും കൾച്ചർ. എന്റെ ഫാമിലി കൾച്ചർ അരുണിമ പ്രൊഡക്റ്റ് ചെയ്യേണ്ട. അരുണിമയുടെ ഫാമിലി കൾച്ചർ ഗ്രേറ്റ് ആയതുകൊണ്ടാകാം 20 വയസ്സുള്ളപ്പോൾ അവളെ മാഹിൻ എന്ന ചെറുപ്പക്കാരന്റെ കൂടെ ലോകം ചുറ്റാൻ കറങ്ങാൻ വിട്ടത്.
എന്തായാലും ഞാൻ ഈ വീട്ടിലിരുന്നാണ് താമസിച്ചത്. ഇവിടുന്ന് വായിച്ചു നോക്കാം. പോലീസിൽ ആ രാത്രി തന്നെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഇവൾ രാത്രി ഇറങ്ങിപ്പോയി എന്തെങ്കിലും സംഭവിച്ചാൽ ഹൂ വിൽ ബി റെസ്പോൺസിബിൾ. പിന്നെ വീടിന്റെ വീഡിയോ പെർമിഷൻ ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇട്ടത്. ഓക്കെ, അത് അപ്പോൾ എന്താ പറയാ, എനിക്ക് ഭയങ്കര എനിക്ക് എന്നെ ഇറക്കി വിട്ടാലല്ല എനിക്ക് വിഷമം. കാരണം ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് അത്രയും സ്നേഹത്തോടെ ഭയങ്കര സ്നേഹത്തോടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും ആളെന്നെ ഇന്ന് വയ്യ 70 വയസ്സുണ്ട്. ആ 70 വയസ്സുള്ള ആളെന്നെ ന്യൂയോർക്കെല്ലാം കറക്കാനെല്ലാം കൊണ്ടുപോയി. ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് പുള്ളി എൻ്റെ കൂടെ വന്നു. അതായത് അത്രയും എനിക്ക് എന്താ പറയാ, ആള് ഇത്രയും ഇവിടെ ഇങ്ങനെ സ്വന്തം മകളുടെ വീട്ടിൽ ഇങ്ങനെ ഇതായി നിൽക്കുവാന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ മകളുടെ കൂടെ എങ്ങനെ താമസിക്കുന്നു എന്ന് വിലയിരുത്തേണ്ട അരുണിമയല്ല. ആ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും മാത്രമാണ് താമസിക്കുന്നത്. എൻ്റെ കൊച്ചുമക്കൾ രണ്ടുപേരും കോളേജ് ഹോസ്റ്റലാണ്. വീക്കെൻഡ് മാത്രമേ അവർ വരൂ. അവർ വന്നപ്പോൾ അരുണിമ അവിടെ താമസിക്കുന്നതിന് അവർക്കൊരു വിരോധവും ഇല്ലായിരുന്നു. മൺഡേ വേറെ താമസം നോക്കാനാണ് മോൾ പറഞ്ഞത്. കാരണം അവളുടെ കോളേജ് ഫ്രണ്ട്സ് സ്പ്രിംഗ് വെക്കേഷൻ അവളെ കൂടെ താമസിക്കാൻ വരുന്നു. സാറ്റർഡേ ആണ് വരുന്നത്. മൺഡേ മാറി തരണമെന്ന് അതിന് അരുണിമ സാറ്റർഡേ നൈറ്റ് തന്നെ ഇറങ്ങിപ്പോയത് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൾച്ചറാണോ? കാരണം 4 വർഷമായിട്ട് എനിക്കറിയാം ഞാൻ US വരുന്നു. എത്ര വിസ കൊടുക്കുന്നതിന് മുന്നേ തന്നെ വിസ കൊടുക്ക് എന്നാ US വരുന്നേ അങ്ങനെ പറഞ്ഞ് വിളിക്കുന്ന ഒരു പാവം പുള്ളിയായിരുന്നു. പക്ഷെ കൊച്ചുമക്കളും മക്കളൊക്കെ ഇങ്ങനെയാണ് സ്വന്തം അച്ഛനോടൊക്കെ ഇങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. 3 ദിവസം ആ വീട്ടിൽ താമസിക്കാൻ അവർ അനുവദിച്ചു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. വീഡിയോയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരാളെ വീട്ടിൽ താമസിപ്പിക്കാൻ നമുക്ക് കഴിയുമോ? 4 വർഷമായി പരിചയമുള്ള മനുഷ്യന്റെ സാഹചര്യം ഈ കുട്ടി എന്തേ അന്വേഷിച്ചില്ല? ആ വീട്ടിൽ താമസിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഉള്ളവർക്ക് അത് സമ്മതമാണോ എന്ന് അന്വേഷിക്കേണ്ട കടമയെ കുട്ടിക്കുമില്ലേ? അയാൾ സാഹചര്യം പറഞ്ഞില്ല എന്നുള്ളതല്ല, താമസിക്കാൻ ചെല്ലുന്നിടത്തെ സാഹചര്യം അന്വേഷിക്കാത്തതാണ് തെറ്റ്. എന്തായാലും ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോ ഇവിടെ നടുറോട്ടിലേക്ക് ഇവിടെയാണ് ഇപ്പോ മഴ. ഇറങ്ങുന്നതിന് മുമ്പ് എന്നോട് പറയാമായിരുന്നില്ലേ? എന്നോട് പോലും പറയാതെ അവൾ റോഡിൽ ഇറങ്ങി ഷോ കാണിച്ചത് ശരിയാണോ? പറയണ്ടെന്ന് അറിയുന്നില്ല. കാരണം എനിക്കറിയില്ല ഞാൻ എന്താ പറയണ്ടേന്നുള്ളത്. ഞാൻ അത്ര ഇമോഷണൽ ആയിട്ടാണ്. എനിക്കറിയില്ല, എനിക്ക് ഇതുവരെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ മൺഡേ വരെ ഇവിടെ നിന്നോ, അത് കഴിഞ്ഞിട്ട് വേറെ താമസം നോക്കിക്കോ എന്ന് അരുണിമയോട് പറഞ്ഞ ജോർജിന്റെ കൊച്ചുമകൾ പറഞ്ഞത് അരുണിമയ്ക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പുള്ളിക്കാർ ഇറങ്ങി പോയതാണെന്ന് വേണം മനസ്സിലാക്കാൻ. നോക്കട്ടെ, ഒരു അവസ്ഥ ആലോചിക്കുക. പാതിരാത്രി 12 മണിക്ക് ഞാൻ അമേരിക്കയിൽ ഇങ്ങനെ തെണ്ടി നടക്കുക. ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ആ വീട്ടിലേക്ക് വരുന്ന ആദ്യത്തെ വ്ളോഗർ അല്ല അരുണിമ. മുമ്പും ഒരുപാട് വ്ളോഗേഴ്സും മലയാളികളും അവരുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ജോർജ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അരുണിമയ്ക്ക് മാത്രം ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അരുണിമയുടെ കയ്യിലിരിപ്പാണ് എന്നുള്ള രീതിയിൽ ഇവിടെ ജോർജ് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് വീടില്ലാണ്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ന്യൂയോർക്ക് സിറ്റിയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇല്ല, ഇവിടെയാണ് ഞാൻ പറയുന്നത് അരുണിമയുടെ ചാനലിൻ്റെ വ്യൂവർഷിപ്പ് ഞാനിവിടെ വയ്ക്കാം. ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള വ്യൂവർഷിപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 10, 13, മാക്സിമം 20, 10, 13, 15 ഈ റേഞ്ചിൽ പോകുന്ന വ്യൂവർഷിപ്പ് ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിനോട് കൂടിയിട്ട് മാറി. ഞാൻ അവിടെ നിന്നിട്ട് കരയുമായിരുന്നു. എന്താ പറയാ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി. കാരണം എനിക്ക് ഇങ്ങനൊരു ഇൻസിഡന്റ് മുന്നേ ഉണ്ടായിട്ടില്ല. ചുരുക്കി പറഞ്ഞ ഇവിടെ അരുണിമ ലൈവിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണോ അതിന് എക്സാക്ട് ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് ജോർജ് പറഞ്ഞു വെക്കുന്നത്. ഇനി ഇതെല്ലാം നമ്മൾ സന്മനസ് കൊണ്ട് ചെയ്യുന്നതൊന്ന്, അവർ ധരിക്കുന്നത് മറ്റൊന്ന്. ഇപ്പൊ കണ്ടില്ലേ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.